എല്ലാവരും കാണുമല്ലേ. അപ്പോൾ കാണുന്ന സമയത്ത് ആസിഫിനെ പോലത്തെ ഒരാളെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുക എന്ന് വെച്ചാൽ പുള്ളി ആദ്യം പറഞ്ഞത് പുള്ളി തോളി തട്ടിയിരുന്നു. അപ്പോൾ പച്ചക്കള്ളല്ലേ, പുള്ളി തോളിനൊന്നും തട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് വാർത്തയൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്ക് പുള്ളി മനസ്സിലായത് പണി വളയെന്ന് മനസ്സിലായപ്പോൾ പുള്ളി പറഞ്ഞു അത് സോറി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സോറി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ചെയ്തത് തെറ്റ് തന്നെയാണ്. ആസിഫ് അത് ഒരു ചെറിയ ചിരിയോടെ അത് അവസാനിപ്പിച്ചു, അത് അതിനെ മൈൻഡ് ചെയ്തില്ല. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഈ ഒരു ചെറിയ ചിരിയിൽ നിന്ന് ഒതുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ഓ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നൊരു വിഷയങ്ങൾ ശ്രദ്ധിക്കുകയാണ്. ആസിഫ് അലിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അവാർഡ് വിശേഷിച്ചത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പൊതുവിൽ എന്ത് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഞാൻ അതിൻ്റെ വാർത്തയെ കണ്ടു. അങ്ങോട്ട് വേണം അല്ല, എനിക്ക് കുറച്ച് ചോദിച്ച ആളോട് പറയാനാണ് കുറച്ചുകൂടെ. അപ്പോൾ അല്ല, അത് കണ്ടപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ 24-ൻ്റെ ന്യൂസും കണ്ടു. പുള്ളി വന്നിട്ട് സംസാരിച്ച 2 സാധനങ്ങളുണ്ട്. അപ്പോൾ പുള്ളി എന്തുകൊണ്ടൊരാൾ അങ്ങനെ ചെയ്തു എന്നുള്ളതാണല്ലോ. കാരണം ഒരേ ഫ്രട്ടേണിറ്റിയിൽ സിനിമ, മ്യൂസിക്, ഇതൊക്കെ പുള്ളി അതേ ഫ്രട്ടേണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ, ആസിഫ് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. അപ്പം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞതിന് പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പേരെന്തോ മാറി വിളിച്ചു, സന്തോഷ് നാരായൺ എന്ന് വിളിച്ചു. അതോടൊപ്പം തന്നെ പുള്ളീനെ പിന്നെ എനിക്ക് തോന്നിയ വെച്ചൊരു മൊമെൻറ്റോ ഒക്കെ നമ്മൾ ഒരാളെ കൊടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് മിനിമം അതിൻ്റെ ഒരു ഓർഗനൈസിങ് പരിപാടി തന്നെ എനിക്കൊരു പാളിച്ച തോന്നി. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരാളെ പുള്ളി ഒരു സീനിയർ ആയിട്ടുള്ള മ്യൂസിഷ്യനെ നമ്മളൊരു വേദിയിലെങ്കിലും വിളിച്ചിട്ട് മൊമെൻറ്റോ കൊടുക്കണം. അപ്പോൾ പുള്ളി ആ രീതിയിൽ മാനസികമായിട്ട് പുള്ളി ഭയങ്കര വിഷമത്തിലായിരുന്നു. അതുകൊണ്ടാണ് പുള്ളി ആസിഫിനെ അല്ലെങ്കിൽ ആസിഫിനെ മൈൻഡ് ചെയ്യാതെ പോയതെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളൊരാൾ എംബാരസ്ഡായി ഇൻസൾട്ടഡായി നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറൊരാളെ അതേ നാണയത്തിൽ നമുക്ക് വേറൊരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടുണ്ടോ? അതേ ഫീലിംഗ് തന്നെയല്ലേ സെയിം ആളും അനുഭവിച്ചിട്ടുണ്ടാവുക. നമ്മൾ വിഷമത്തിലിരിക്കുകയാണ്, അതും പ്രത്യേകിച്ച് നമ്മളൊരു മീഡിയ പേഴ്സൺ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് നമ്മൾ ആൾക്കാർ 10 പേര് അറിയുന്ന ആൾക്കാരാകുമ്പോൾ നമ്മുടെ ടാൻഡ്രംസോ നമ്മുടെ ഇതോ അങ്ങനെയാണെങ്കിൽ ഇവിടെ മോഹൻലാൽ സാറും മമ്മൂക്കയൊക്കെ അവർക്ക് ഉണ്ടാകുന്ന എന്തൊക്കെ മനസ്സിൽ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ പുറത്തെ ആൾക്കാരുടെ അടുത്തും മീഡിയയുടെ അടുത്തൊക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെയൊക്കെ ചീത്ത വിളിക്കണം, മൈൻഡ് ചെയ്യാതെ പോകണം. അപ്പോൾ അതൊന്നും ഇങ്ങനെയുള്ള പ്രത്യേകിച്ചൊരു പൊതുവേദിയിലൊന്നും ഒരിക്കലും എല്ലാവരും കാണുമല്ലേ. അപ്പോൾ കാണുന്ന സമയത്ത് ആസിഫിനെ പോലത്തെ ഒരാളെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുക എന്ന് വെച്ചാൽ പുള്ളി ആദ്യം പറഞ്ഞത് പുള്ളി തോളി തട്ടിയിരുന്നു. അപ്പോൾ പച്ചക്കള്ളല്ലേ, പുള്ളി തോളിനൊന്നും തട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് വാർത്തയൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്ക് പുള്ളി മനസ്സിലായത് പണി വളയെന്ന് മനസ്സിലായപ്പോൾ പുള്ളി പറഞ്ഞു അത് സോറി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സോറി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ചെയ്തത് തെറ്റ് തന്നെയാണ്. ആസിഫ് അത് ഒരു ചെറിയ ചിരിയോടെ അത് അവസാനിപ്പിച്ചു, അത് അതിനെ മൈൻഡ് ചെയ്തില്ല. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഈ ഒരു ചെറിയ ചിരിയിൽ നിന്ന് ഒതുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അതുകൊണ്ടെന്താ അതല്ല കൈയടി അല്ലെങ്കിൽ സിനിമ ചെയ്യുന്ന അഭിനയിക്കുന്ന നമ്മൾ കൈയടി കിട്ടുന്നുണ്ടല്ലോ. ഇതുകൊണ്ടൊരു കൈയടി, ഒരു മൊമെൻ്റ്, ഒരു നിമിഷം പുള്ളിക്ക് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അത് നമുക്ക് ആ ഒരു ഫീലിംഗ് വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. അത്രയും ആൾക്കാരെ മുന്നിൽ ഒരു എംബാരസ്ഡ് ആവുക എന്ന് പറഞ്ഞു. അപ്പം അതേ നാണയത്തിൽ വേറൊരാളെ പുള്ളി അത് ചെയ്തപ്പോൾ പുള്ളി അതിന് കുറേ സോറിയൊക്കെ പറഞ്ഞു. പക്ഷെ അതെനിക്കൊരു സോറി ആയിട്ട് എനിക്ക് തോന്നി, അത് മനസ്സിൽ നിന്ന് പറഞ്ഞൊരു സോറി ആയിട്ട് തോന്നിയില്ല. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയ സാധനത്തിനൊക്കെ കാണിച്ച അഹങ്കാരത്തിനൊക്കെ ദൈവം വഴിയെ ഇതുപോലൊരു സാധനമായിട്ട് എനിക്ക് തിരിച്ചു കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത്രേ ഉള്ളൂ.